എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം അധ്യാത്മ ദർശനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അശ്വതി നക്ഷത്രക്കാരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അല്ലേ. കുറച്ച് കുറ്റമൊക്കെ അവർ കേൾക്കാണ്ട് പറഞ്ഞിട്ട് വരാം. ഓക്കെ. അശ്വതി നക്ഷത്രക്കാര് പൊതുവിൽ നല്ല പെരുമാറ്റം ഉള്ളവരും അധ്വാനികളുമായിരിക്കും. അധ്വാനശീലത്തില് അവരെ സംബന്ധിച്ച് ഇറങ്ങുന്ന കാര്യത്തിന് കഷ്ടപ്പാട് നോക്കാതെ കണ്ട് കഠിന പ്രയത്നം ചെയ്ത് അത് എങ്ങനെയും, അതിപ്പോ എന്തൊരു കാര്യത്തിനാണെങ്കിലും, കൃഷി ആയിക്കോട്ടെ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, എന്ത് ജോലിക്കും അതിൻ്റെതായ മൂല്യം കൽപ്പിച്ചുകൊണ്ട് നാലാളുടെ ജോലി ഒരാൾ ചെയ്യാൻ യാതൊരു മടിയില്ലാത്തവരായിരിക്കും പൊതുവിൽ അശ്വതി നക്ഷത്രക്കാര്. സൗമ്യശീലരാണ്. എങ്കിലും സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാതെയുള്ള ഈ അധ്വാനം ഭാവിയിൽ അവർക്ക് ഒരുപാട് കുഴപ്പങ്ങൾ വരുത്തി വെക്കും കേട്ടോ. സൗമ്യശീലരാണ്, സൗന്ദര്യവും ആരോഗ്യമുള്ളവരാണ്. ആരെ അങ്ങനെ വകവയ്ക്കുന്നവരൊന്നുമല്ല. എന്നാൽ ഇഷ്ടമുള്ളവരുടെ അടുത്ത് അവർ വളരെ എളിമയുള്ളവരും ആയിരിക്കും കേട്ടോ. എല്ലാവരോടും വളരെ സ്നേഹപൂർവം കൗശലതയോടുകൂടി പെരുമാറാൻ പ്രത്യേക വൈഭവമുള്ളവരായിരിക്കും. ഓരോ മനുഷ്യനെയും മനസ്സിലാക്കി അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് അവരോട് സഹകരിച്ച് നിൽക്കാൻ അവർ മുൻപിൽ തന്നെ ഉണ്ടാവും. ഇവരെ ഒരിക്കൽ പരിചയപ്പെടുന്നവര് പിന്നെ ഇവരെ മറക്കാൻ പാടായിരിക്കും. അത്രയും ആഴത്തിൽ ഇവർ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നവരായിരിക്കും. ഈ അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പൊതുവിൽ അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കേണ്ടതായിട്ട് എല്ലാവർക്കുമല്ല, 100-ൽ 80% ആൾക്കാർക്ക് അവരുടെ ഇഷ്ടങ്ങൾ പലപ്പോഴും പരിഗണിക്കാൻ മറന്നു പോകാറുണ്ട്. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതിനോ അല്ലെ ഇഷ്ടമുള്ള ഒരു യാത്ര പോകുന്നതിനോ, ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു ആഭരണം ധരിക്കുന്നതിനോ, ഇഷ്ടമുള്ള ഒരു യാത്ര, നമുക്കൊരു സ്ഥലത്ത് പോകുന്നതിനോ, എന്തെങ്കിലും വാങ്ങുന്നതിനൊക്കെ ഇവർ മറ്റുള്ളവരുടെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കുകയും, അല്ലെങ്കിൽ അത് ചിലപ്പോൾ അവർക്ക് സാധിക്കാതെ ഒരു മൗന നൊമ്പരമായി ഉള്ളിൽ കിടക്കുന്ന സ്ത്രീകൾ, അതായത് അശ്വതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് കൂടുതലും കാണാറുണ്ട്. ഇതിൽ ചിലര് അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് വേണ്ടതും വേണ്ടാത്തതും വാങ്ങി കൂട്ടുന്നവരും ഉണ്ട് കേട്ടോ, ഈ അശ്വതി നക്ഷത്രത്തിൽ പിറന്നവര്. അതൊക്കെ ജനിക്കുന്ന പാദവും സമയവും ലഗ്നവും ഒക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ അത് പിന്നെ നമ്മുടെ ഓരോ കുടുംബപരമായിട്ടുള്ള ഇതൊക്കെ നോക്കിയിട്ടാണല്ലോ ഞാൻ പൊതുവിലുള്ള ഒരു ഇതാണ് പറയണത്. അത് കേട്ടിട്ട് എല്ലാവരും കൂടി അതങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നല്ല ചിന്തിക്കുക. എല്ലാവരുടെയും ഫലമല്ല. പൊതുവിൽ അശ്വതി നക്ഷത്രത്തിലുള്ള പല സ്ത്രീകൾക്കും സ്വാതന്ത്ര്യമില്ലായ്മ പോലെ, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങൾ ഉള്ളിൽ ഒതുക്കി വെച്ച് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ, അതായത് മാതാപിതാക്കള്, ഭർത്താവ്, മക്കള്, ഇവരുടെയൊക്കെ കൊച്ചുമക്കള്, ഇവരുടെയൊക്കെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരുപാട് അശ്വതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുണ്ട്. പുരുഷന്മാര് നേരെ തിരിച്ചാണ്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നവരാണ്, അധ്വാനികളാണ്. അതുപോലെ തന്നെ കലാകായിക മത്സരങ്ങളിലൊക്കെ വിജയം നേടുന്നവരാണ്. ഏർപ്പെടുന്ന ഏത് ജോലിയിലും തൻ്റെതായ ഒരു വ്യക്തി മുദ്ര പതിപ്പിക്കുന്നവരാണ്. ആത്മാഭിമാനം ആരുടെയും മുൻപിൽ പണയം വെക്കുന്നവരല്ല. സ്വന്തം ശ്രദ്ധയില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ സ്വന്തം ഒരു ജീവിതത്തിലൊരു ഒരു പുരോഗമനം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ശ്രദ്ധയില്ലായ്മ കൊണ്ട് പലപ്പോഴും ഇവരുടെ ലൈഫ് ഇവർക്ക് കൈവിട്ടു പോകുന്ന അശ്വതി നക്ഷത്രക്കാരും ഉണ്ട്. അല്ലെങ്കിൽ വേണ്ടുന്ന രീതിയിൽ, നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ലൈഫിലേക്ക് എത്താൻ സാധിക്കാതെ പരാജയം സമ്മതിക്കേണ്ട വരുന്ന അശ്വതി നക്ഷത്രക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, പൊതുവിൽ ആരോടും വഴക്കിന് പോവാതിരിക്കുക, അമിതമായ ആത്മവിശ്വാസം വെച്ചു പുലർത്താതിരിക്കുക, ജീവിതത്തിൽ പലപ്പോഴും പരാജയങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു ഇതുണ്ടാവും. പ്രത്യേകിച്ച് പുരുഷന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾക്ക് അഡിക്റ്റ് ആയാൽ അവരതിന് വല്ലാതെ അങ്ങ് അഡിക്റ്റായി പോകുന്ന ഒരു പ്രകൃതം ഉണ്ടാവും. ഇപ്പൊ മദ്യപാനം, അല്ലെങ്കിൽ മയക്കുമരുന്ന്, അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ കാര്യങ്ങളിലൊക്കെ ചിലര് ഭയങ്കരമായി അഡിക്റ്റായി പോകും. കുടുംബം പോലും മറന്ന്, അല്ലെങ്കിൽ മാതാപിതാക്കളെ, മക്കളെ, ഭാര്യനെ എല്ലാം മറന്ന് അവരതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു തലമുണ്ട് എങ്കിൽ തീരുമാനിച്ചോളൂ. കാരണം ചുറ്റുമുള്ളവര്, അല്ലെങ്കിൽ നമ്മളോട് ഒത്തു നിൽക്കുന്ന എല്ലാവരുടെയും നക്ഷത്രത്തിന് അതിൻ്റെതായ പവർ ഉണ്ടാവും. അപ്പം അവരത് ഒരുപക്ഷെ മാനിച്ച് തരണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ബുദ്ധിപൂർവം, അല്ലെങ്കിൽ സ്വന്തം ലൈഫ് കൈവിട്ട് പോവാത്ത രീതിയിൽ നല്ല രീതിയിൽ ചിന്തിച്ച്
ആലോചിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും ജീവിത വിജയത്തിന് എപ്പോഴും നേട്ടങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഇവർ നല്ല വാചാലതയുള്ളവരായിരിക്കും. എന്ത് കാര്യങ്ങളും പറഞ്ഞ് ഫലിപ്പിച്ച് തൻ്റെ വഴിയിൽ എത്തിക്കുവാനൊരു പ്രത്യേക നയമുള്ളവരായിരിക്കും. അല്ലെങ്കിൽ ഇവരുടെ വാക്ചാതുരി കൊണ്ട് ജീവിതത്തിലെ എന്ത് കാര്യങ്ങളും ഇവരുടെ വഴിയിലേക്ക് എത്തിക്കുവാൻ ഇവർ നല്ല പ്രാഗൽഭ്യമുള്ളവരായിരിക്കും. അങ്ങനെ പൊതുവിൽ നമുക്ക് വലിയ കുറ്റമൊന്നും ഇവരെ കുറിച്ച് പറയാനില്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു കുറ്റങ്ങളൊക്കെ അല്ലേ നമുക്ക് പറയാൻ പറ്റൂ, അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള ഒരു ഫലങ്ങൾ. അതുപോലെ തന്നെ ദൃഢമായ ഈശ്വര വിശ്വാസമൊക്കെ ഉള്ളവരാണ് കേട്ടോ ഈ അശ്വതി നക്ഷത്രക്കാര്. ആരെയും ചതിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ ഒന്നും ആഗ്രഹിക്കുന്നവരല്ല. പക്ഷെ പലപ്പോഴും ഇവർക്ക് ജീവിതത്തിൽ കൊടുത്ത പണങ്ങളൊന്നും തിരിച്ചു കിട്ടാതെ വരികയും അല്ലെങ്കിൽ എവിടേക്ക് ഇവർ ആത്മാർത്ഥത കൂടുതൽ കാണിക്കുന്നോ അവിടെ നിന്നെല്ലാം പണി കിട്ടുന്നവരുമായിരിക്കും ഈ അശ്വതി നക്ഷത്രക്കാര്. മാനസികമായിട്ട് ഒരുപാട് ജീവിത ബുദ്ധിമുട്ടുകളും അതുപോലെ ജീവിത നേട്ടങ്ങളും ഇവർക്ക് ഉണ്ടാവുന്നവരാണ്. കഷ്ടപ്പാടിൽ കൂടി ഒരുപാട് കഷ്ടപ്പാടിൽ കൂടി കടന്നു വരുന്നവരായിരിക്കും അശ്വതി നക്ഷത്രക്കാര്. മാനസികമായിട്ട് വളരെ സന്തോഷമുള്ളവരാണെങ്കിലും മൗനമായ ദുഃഖം ആരെയും അറിയിക്കാതെ എപ്പോഴും ഉള്ളിൽ ഒതുക്കുന്നവരും കൂടിയായിരിക്കും ഈ അശ്വതിക്കാര്. ശരിയല്ലേ? ഇന്ന് ആലോചിക്കേ, അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിൽ ഉണ്ടോ? നിങ്ങളുടെ നക്ഷത്രം അശ്വതിയാണോ? അല്ല അല്ലേ? ആണോ? അപ്പൊ ഇത്രയും സമയം എന്നോടൊത്ത് ഈ അധ്യാത്മ ദർശനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.